ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പെരിമെൻറ്റ് നമ്പർ 2 ഷെൽ പ്രോഗ്രാമിംഗ് ആണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ഷെൽ എന്ന് കണ്ടു, വാട്ട്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആ ഷെൽ ആൻഡ് കേർണൽ കണ്ടു. ദെൻ വാട്ട് ഈസ് എ ഷെൽ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഷെൽ പ്രോഗ്രാം എന്താണെന്ന് കണ്ടു. നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രോഗ്രാമിംഗ് ആണ്. ഞാൻ പറഞ്ഞു ഷെൽ പ്രോഗ്രാമിംഗ് ഇറ്റ് സംവാട്ട് സിമിലർ ടു ഇറ്റ്സ് എ യൂസർ പ്രോഗ്രാം, റൈറ്റ്? ഇവിടെ ആ ഒരു ഷെൽ പ്രോഗ്രാമിൽ നമ്മൾ വേരിയസ് കമാൻഡ്സ് ബാച്ചായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഷെല്ലിൻ്റെ അകത്ത് നമ്മൾ ബാച്ചായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് ആവും റെപ്പറ്റേറ്റീവ് വർക്ക്. അപ്പം ഞാൻ പറഞ്ഞു അതല്ല, ഇറ്റ് ഇസ് സിമിലർ ടു നമ്മുടെ സാധാരണ പ്രോഗ്രാമാണ്. സോ ഇറ്റ് കണ്ടെയ്ൻസ് ബേസിക് ഒരു സിൻടാക്സ് ഉണ്ടാകും, കീവേഡ്സ് ഉണ്ടാകും, ദെൻ ഈ പറയുന്ന കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഉണ്ടാകും, ദെൻ ഡെസിഷൻസ് മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാകും. അപ്പം അതിൻ്റെ ആ കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഷെൽ പ്രോഗ്രാംസ് ആണ് ഈ എക്സ്പെരിമെൻറ്റിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കേ ഇവിടെ. സോ ഈ ഷെൽ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ നോക്കുന്നത് ഞാൻ പറഞ്ഞു ബേസിക് അർത്തമാറ്റിക് ഓപ്പറേഷൻസ്, ദെൻ ഇഫ് എൽസ്, ദെൻ വൈൽ, ദെൻ ഫോർ. അപ്പോൾ നമ്മളിത് നോക്കി ഷെൽ പ്രോഗ്രാംസ് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യം, ബേസിക് അർത്തമാറ്റിക് ഓപ്പറേഷൻസ് എങ്ങനെ യൂസ് ചെയ്യാം, അതാണ് ഫസ്റ്റ് സെഷൻ. ഈ എക്സ്പെരിമെൻറ്റിലെ ഫസ്റ്റ് സെഷൻ നോക്കുന്നത്. സെക്കൻഡ് സെഷൻ എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് എൽസ് ഒക്കെ നമുക്ക് എങ്ങനെ ഈ ഒരു ഷെൽ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാകും നമ്മുടെ ഈ C++, ജാവ പ്രോഗ്രാമിൽ പോലെ തന്നെയാണ് ഇഫ് എൽസ് അവിടെയും യൂസ് ചെയ്യുന്നത്. സെയിം വർക്കിംഗ് ആണ്, പക്ഷേ എന്ത് സിൻടാക്സ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ലിറ്റിൽ ബിറ്റ് ഡിഫറെൻറ്റ്, അത്രയേ ഉള്ളൂ. ദെൻ അതേപോലെ ഇത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയ വൈൽ, ഫോർ. അപ്പോൾ നമുക്കിത് ഓരോന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് വന്നിട്ട് ബേസിക് അർത്തമാറ്റിക് ഓപ്പറേഷൻ യൂസിങ് ഷെൽ പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് ഒരു ഷെൽ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതാണ് ഒരു ഷെൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഔട്ട്പുട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ അതർ പ്രോഗ്രാമിംഗ് നമ്മൾ പഠിച്ച പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ പോലെ തന്നെയാണ് ഔട്ട്പുട്ട്. പക്ഷേ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് ഡിഫറെൻറ്റ്, അല്ലേ? കമാൻഡ്സ് എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ബിറ്റ് ഡിഫറെൻറ്റ്. ഫോർ എക്സാമ്പിൾ ഇവിടെ എക്കോ എന്ന് പറയുന്ന ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. എക്കോ എന്ന് പറയുന്ന കമാൻഡ് ഞാൻ ഒറ്റ വാക്കിൽ പറയുകയാണ്. എക്കോ എന്ന് പറയുന്ന കമാൻഡ് സിമിലർ ടു printf, similar to printf in C and cout in C++, then println in Java. So what is the usage of echo? അപ്പോൾ echo എന്ന് പറഞ്ഞ കമാൻഡിൻ്റെ യൂസ് എന്താണ്? whatever we written within the double quotes will be printed to the screen. ഓക്കെ, അതാണ് echo എന്ന് പറയുന്നത്. സോ ഇവിടെ കണ്ടു റീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ വീണ്ടും പറഞ്ഞു, റീഡ് as similar to scanf in C and cin in C++ and buffered reader or read line in Java. So what's the purpose of this? Or scanner in Java. So what is the purpose of this read command എന്തിനാണ്? Yes, a read get input from the user. സോ ഇപ്പം തന്നെ നിങ്ങൾ ഓൾറെഡി 2 കമാൻഡ് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, പിന്നെ മനസ്സിലാക്കുക ഈ ഷെൽ കമാൻഡിൽ ഇപ്പം നമ്മൾ നോർമലി ഒരു C++ലാണെങ്കിൽ ഒരു ഇൻറ്റ് നമ്മളിപ്പോൾ ഇങ്ങനെ കൊടുത്തു, ഇൻറ്റ് a is equal to 10 എന്ന് കൊടുത്തു, ഇൻറ്റ് a is equal to 10 എന്ന് കൊടുത്തു. ഇപ്പോൾ എനിക്ക് ഈ എൻ്റെ വാല്യൂ കാണണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ C++ൽ എന്ത് ചെയ്യും? cout a എന്ന് കൊടുക്കും, അല്ലേ? cout a എന്ന് കൊടുക്കും. അപ്പോൾ നമുക്ക് എന്താ എൻ്റെ വാല്യൂ സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ ഷെൽ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഷെൽ പ്രോഗ്രാമിങ്ങിൽ ഒരു വേരിയബിളിൻ്റെ വാല്യൂ കാണണമെങ്കിൽ ബിഫോർ വി നീഡ് ടു യൂസ് ദിസ് $. ഇപ്പോൾ $a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വാല്യൂ ആണ് പ്രിൻ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, എൻ്റെ വാല്യൂ ആണ് പ്രിൻ്റ് ചെയ്ത് വരുന്നത്. സോ നമുക്ക് അപ്പം ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഈ 3 കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു. എന്തൊക്കെയാണ്? എക്കോ എന്താണെന്ന് പഠിച്ചു, ദെൻ റീഡ്, ദെൻ ദിസ് വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ദിസ് $. അപ്പോൾ നോക്കാം. അപ്പം ഏകദേശം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാക്കണം. സം കണ്ടുപിടിക്കാൻ $a + $b
അതിന് മുന്നേ EXPR യൂസ് ചെയ്യുന്നത് നമ്മൾ അതാണ് ഇതിൻ്റെ സിൻടാക്സ്. ഒരു എക്സ്പ്രഷൻ പോലെയാണ് നമ്മുടെ ഈ ഒരു കമാൻഡ്സ് റൺ ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ഏത് സിൻടാക്സ് യൂസ് ചെയ്യണം? EXPR എന്ന് യൂസ് ചെയ്യണം. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സം ഈസ്. അപ്പം ഈ എൻ്റെയും ബീൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് ഇൻപുട്ട് ചെയ്യും. എൻ്റെയും ബീൻ്റെ വാല്യൂ ഇവിടെ നിന്ന് ഇൻപുട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇൻപുട്ട് ചെയ്ത് നമ്മൾ ഏതിൻ്റെ സം എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്യും. എക്കോ സം ഈസ് $sum എന്ന് പറയുമ്പം സമ്മിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്ത് തരും. ഓക്കെ, സോ നമുക്ക് പ്രോഗ്രാം നോക്കാം. ഫസ്റ്റ് പ്രോഗ്രാം നോക്കാം. ദാറ്റ് ഈസ് ബേസിക് അരിത്മെറ്റിക് ഓപ്പറേഷൻ യൂസിങ് ഷെൽ പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സോ നമുക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എടുത്തതുപോലെ ഞാൻ ഓൺലൈൻ ബാഷ് ടെർമിനൽ ഞാൻ എടുത്തിരിക്കുന്നു. main.bash എന്ന് പറഞ്ഞ ഫയൽ ഞാൻ എടുത്തിരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഷെൽ പ്രോഗ്രാംസ് ആണ്, ഷെൽ സ്ക്രിപ്റ്റ്സ് ആണ്. അപ്പോൾ ഞാൻ സം ഓഫ് 2 നമ്പേഴ്സാണ് ഞാനിവിടെ കാണിക്കുന്ന ബേസിക് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞില്ലല്ലോ, കമൻസ് യൂസ് ചെയ്യാം. കമൻസ് യൂസ് ചെയ്യാനായിട്ട് ഹാഷ് സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹാഷ് സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ബേസിക് അരിത്മെറ്റിക് ഓപ്പറേഷൻസ്. ഓക്കെ, ബേസിക് അരിത്മെറ്റിക് ഓപ്പറേഷൻസ്. അപ്പം നമ്മൾ ആദ്യം ഞാൻ എനിക്ക് സം അരിത്മെറ്റിക് ഓപ്പറേഷൻ വെച്ചാൽ സം, ദാറ്റ് ഈസ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ് ഓപ്പറേറ്റർ, ഇതെല്ലാം വരും. നമ്മൾ ഈ 4 ഓപ്പറേഷൻസ് ആയ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനാണ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഞാനിപ്പോൾ എന്ത് കൊടുക്കുന്നു? എനിക്ക് 2 നമ്പേഴ്സിനെ ഗെറ്റ് ചെയ്യണം. ഓക്കെ, സോ എക്കോ enter the 2 numbers. ഓക്കെ, enter the 2 numbers. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ enter the 2 numbers മാത്രം വരും. എനിക്കത് റീഡ് ചെയ്യണം, 2 നമ്പേഴ്സിനെ റീഡ് ചെയ്യണം. സപ്പോസ് A, B. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് റൺ ചെയ്ത് കാണിക്കാം. ഇത്ര മാത്രം വരുവാണ്. എന്ത് റൺ ചെയ്ത് നോക്കിക്കേ, റൺ ചെയ്തപ്പോൾ എൻ്റെ 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞ് കേഴ്സർ ഇവിടെ കണ്ടോ വെയിറ്റിംഗ് ആണ്. കാരണം റീഡ് A, B മീൻസ് കേഴ്സർ ഈസ് വെയിറ്റിംഗ് ഫോർ ദി യൂസർ ഇൻപുട്ട്. ഞാൻ സപ്പോസ് 4ഉം കൊടുത്തു, 5ഉം കൊടുത്തു, 6ഉം കൊടുത്തു. പിന്നെ ഒന്നും വരത്തില്ല. പ്രോഗ്രാം ഫിനിഷ്ഡ് വിത്ത് എക്സിറ്റ് കോഡ് 0. ദാറ്റ് മീൻസ് നമ്മളൊന്നും കൊടുത്തിട്ടില്ലല്ലോ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സം കാണണം. ഞാൻ സം എന്ന് പറഞ്ഞൊരു വേരിയബിൾ, ഇവിടെ ഡിക്ലറേഷൻ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ പൈത്തൺ പ്രോഗ്രാമിൽ അപ്പം വേരിയബിൾസ് യൂസ് ചെയ്യുന്നു, നമ്മളങ്ങനെ ഡിക്ലെയർ ഒന്നും ചെയ്യേണ്ടല്ലോ. ഇവിടെ അത് തന്നെയാണ്, നമ്മൾ ഡിക്ലറേഷൻ ഒന്നും ആവശ്യമില്ല. നമ്മൾ C++, ജാവയിലൊക്കെ നമുക്ക് ഡിക്ലറേഷൻ എന്നൊരു പാർട്ടുണ്ട്. പക്ഷെ ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമ്മൾ എപ്പോഴാണ് ആ വേരിയബിൾ യൂസ് ചെയ്യുന്നത് അപ്പം മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, യൂസ് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, അപ്പം ഞാനിങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ സം ഇസ് ഈക്വൽ ടു, നമ്മൾ നോർമൽ കേസിൽ A+B എന്നേ കൊടുക്കത്തുള്ളൂ. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞു ഷെൽ പ്രോഗ്രാമിംഗ് ആകുമ്പോഴത്തേക്കും ഒരു വാല്യൂ, ഇപ്പോൾ എനിക്ക് എൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ എൻ്റെ വാല്യൂ ജസ്റ്റ് ഞാൻ അത് ആദ്യം ഒന്ന് കാണിക്കട്ടെ. ഇപ്പോൾ എനിക്ക് എൻ്റെ വാല്യൂ ഒന്ന് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇപ്പോൾ എനിക്ക് എൻ്റെ വാല്യൂ ഒന്ന് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്കോ വെറുതെ A എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വരുമില്ലേ നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് റൺ ചെയ്യുന്നു. എൻ്റെ 2 നമ്പേഴ്സ്, ഞാൻ 2 നമ്പേഴ്സ് റീഡ് ചെയ്യുന്നു. അപ്പം നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് കാണാം A എന്ന വാല്യൂ പ്രിൻറ്റ് ചെയ്തു. കാണുന്നുണ്ടല്ലോ, A എന്ന വാല്യൂ പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ A എന്ന വാല്യൂ പ്രിൻറ്റ് ചെയ്തു. പക്ഷേ എൻ്റെ കണ്ടൻറ്റ് പ്രിൻറ്റ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം? വി നീഡ് ടു യൂസ് ഇപ്പോൾ കാണാമല്ലോ എൻ്റെ 2 നമ്പേഴ്സ്, നിങ്ങൾ 3ഉം 5ഉം. എന്നിട്ട് ഞാൻ എക്കോ A എന്ന് കൊടുത്തപ്പം A എന്ന് പറഞ്ഞ വാല്യൂ പ്രിൻറ്റ് ചെയ്തു. മനസ്സിലാക്കുക, എക്കോ A ഇസ് സെയിം ആസ് നമ്മൾ ഡബിൾ കോഡ്സിൻ്റെ അകത്ത് കൊടുത്താലും ഇത് തന്നെയാണ് പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കാണിക്കാം. 2 നമ്പേഴ്സ് റീഡ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, എന്ത് വന്നു? ഇവിടെ എന്ത് വന്നു? എൻ്റെ വാല്യൂ 3ഉം ബീൻ്റെ വാല്യൂ 4. എക്കോ A എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് A എന്ന് പ്രിൻറ്റ് ചെയ്തേ വന്നുള്ളൂ. എനിക്ക് എൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്ത് വരണമെങ്കിൽ ഞാൻ എന്ത് കൊടുക്കണം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻട്രൊഡക്ഷനിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, നമ്മൾ എന്ത് യൂസ് ചെയ്യണം? $സൈൻ യൂസ് ചെയ്യണം. ഇനി ഞാൻ ഒന്ന് റൺ ചെയ്ത് നോക്കട്ടോ.
ഞാൻ 2 നമ്പേഴ്സ് എടുത്ത് 4ഉം 6ഉം. സോ എക്കോ $A മീൻസ് എൻ്റെ വാല്യൂ ഇവിടെ പ്രിൻ്റ് ചെയ്ത് വന്നു. കണ്ടോ? ഇപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യണം. 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ $A പ്ലസ് $B ഇങ്ങനെ കൊടുത്ത് ഒരു വേരിയബിളിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യണം. ഞാൻ സമ്മിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തു. ഇത്ര മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സപ്പോസ് ഞാൻ വിചാരിക്കുന്നു ഇവിടെ $A കൊടുക്കുമ്പം എൻ്റെ വാല്യൂ വരും, $B കൊടുക്കുന്നു ബീൻ്റെ വാല്യൂ വരും. അത് രണ്ടും കൂടെ ആഡ് ചെയ്ത റിസൾട്ട് സമ്മിൻ്റെ അകത്ത് കാണും. അങ്ങനെയാണെങ്കിൽ എനിക്ക് എക്കോ എന്ത് ചെയ്താൽ മതി? എക്കോ സമ്മിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ എക്കോ സം എന്ന് കൊടുത്താൽ മതിയാകും. നമുക്ക് നോക്കാം ഇങ്ങനെ കൊടുത്താൽ വർക്ക് ചെയ്യുമെന്നുള്ളത് നോക്കാം. 2 നമ്പേഴ്സ് കൊടുത്തു. ഞാൻ 6ഉം കൊടുത്തു, 2ഉം കൊടുത്തു. അപ്പോൾ എന്താ വന്നു? ഇങ്ങനൊരു കമാൻഡ് ലൈൻ 4 ഇങ്ങനൊരു കമാൻഡ് ഇല്ല. അപ്പോൾ നോക്കുക, ഇങ്ങനൊരു കമാൻഡ് വർക്ക് ചെയ്യത്തില്ല. സോ നമ്മുടെ ഷെൽ സ്ക്രിപ്റ്റിൽ എന്താണ് ചേഞ്ച് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു അതിന് വേണ്ടിയിട്ട്. അതാണ് ഓരോ കമാൻഡ്സ് ഓരോന്ന് അതിൻ്റെ സിൻടാക്സ് ഉണ്ട്. അപ്പം അതിൻ്റെ സിൻടാക്സ് ആണ് $, then EXPR, then ക്ലോസ് ചെയ്യുക. ഇനി ഇത് വർക്ക് ചെയ്യുമോ നമുക്ക് നോക്കാം. സോ ഇതൊന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാൻ നേരത്തെ പറഞ്ഞ സിൻടാക്സ് അതേപോലെ കൊടുത്തു. ഇവിടെ എക്സ്പ്രഷൻ ഇവിടെ EXPR എന്ന് കൊടുത്തു. ദെൻ ഇത്ര ചേഞ്ച് ഞാൻ വരുത്തിയുള്ളൂ. എന്നിട്ട് അതിൻ്റെ കിട്ടുന്ന A പ്ലസ് ബീൻ്റെ വാല്യൂ അല്ലേ, അതുകൊണ്ട് ഞാനത് ഫുള്ളും എന്ത് കൊടുത്തു? കാരണം ഇങ്ങനെ ഇപ്പം ഇത്ര മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൺ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. ഇത്ര മാത്രം കൊടുത്തു കഴിഞ്ഞാൽ റൺ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനൊരു കമാൻഡ് ഇല്ല. അപ്പോൾ മനസ്സിലാക്കുക, ഈ ഷെൽ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സിൻടാക്സ് അല്ലെങ്കിൽ അതേപോലെ കൊടുത്തില്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്പേസിങ് പോലും എറർ കാണിക്കും. സോ ഇവിടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഒരു എക്സ്പ്രഷൻ എന്ന് കാണിക്കാം. EXPR നമ്മളിവിടെ കൊടുക്കണം. അതാണ് അതിൻ്റെ സിൻടാക്സ്. അത് പഠിച്ചു വയ്ക്കുക സിൻടാക്സ്. ഇനി ഞാൻ ഒന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റെ 2 നമ്പേഴ്സ് സപ്പോസ് ഞാൻ 6ഉം ഒരു 8ഉം കൊടുത്തു. 14 വന്നു. അപ്പം സം അതായത് 6 + 8 14. അപ്പോൾ അതിൻ്റെ വാല്യൂ വന്നു. ഇനി സപ്പോസ് ഇങ്ങനെ വരണം, സം ഈസ് എന്ന് വരണം. സം ഈസ്. ഇപ്പം എന്ത് ചെയ്താൽ മതി? സം ഈസ് ഈ $സം എന്ന് പറയുമ്പോൾ ആ വാല്യൂ വരും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സപ്പോസ് 4ഉം 7ഉം കൊടുത്തു. സോ സം ഈസ് 11 എന്ന് വന്നു. ഓക്കെ, ഇതേപോലെ നമുക്ക് എല്ലാം നോക്കാം. ഇതിപ്പം സമ്മായി. ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ഞാൻ ജസ്റ്റ് എനിക്ക് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതിയാവുമല്ലോ. അങ്ങനെ ഞാൻ എല്ലാം കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ഡിഫറൻസിന് വേണ്ടിയിട്ട്, ദെൻ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട്, ദെൻ ഡിവിഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഡിഫറൻസിന് വേണ്ടിയിട്ട് DIFF എന്ന് യൂസ് ചെയ്യുന്നു. ഡിഫറൻസ് ആകുമ്പോൾ ഇവിടെ ഏത് ഓപ്പറേറ്റർ ആയിരിക്കും? മൈനസ് എന്ന് വരും. ദെൻ ഡിഫറൻസ്, ദെൻ പ്രോഡക്റ്റ് ഞാൻ PDT എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്ത് വരും? സ്റ്റാർ വരും. ദെൻ ഇവിടെ ഞാൻ div എന്ന് കൊടുത്തു. ഡിവിഷന് ഞാൻ div എന്ന് കൊടുത്തു. അപ്പം ഇവിടെ എന്ത് വരും? ഡിവിഷൻ കൊടുക്കുന്നു. ഇനി ഇതേപോലെ ഞാൻ എല്ലാം ഇവിടെയും കൂടെ ചേഞ്ച് ചെയ്യുന്നു. സം ഈസ് അതെന്ന് പറഞ്ഞ പോലെ ഇവിടെ ഞാൻ ഡിഫറൻസ് ഈസ് ഇവിടെ എന്ത് വരും? div എന്ന് വരും. സോറി, ഡിഫ് എന്ന് പറയും, DIFF. കാരണം ഡിഫറൻസ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് DIFF എന്ന വേരിയബിൾ ആണ്. ദെൻ നെക്സ്റ്റ് ഇവിടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈസ് PDT എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് ഡിവിഷൻ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് div എന്നാണ്. div എന്ന് കൊടുക്കുന്നു. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റെ 2 നമ്പേഴ്സ് ഞാൻ സപ്പോസ് 25ഉം ഒരു 5ഉം കൊടുത്തു. സോ
ഒരു എക്സ്പ്രഷൻ സിൻടാക്സ് കാണിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് സം ഇസ് 30 അത് കറക്റ്റ് വന്നു, ഡിഫറൻസ് ഇസ് 20 അത് കറക്റ്റ് വന്നു, ഡിവിഷൻ ഇസ് 5. പ്രോഡക്റ്റ് വന്നില്ല. മനസ്സിലാക്കുക, പ്രോഡക്റ്റിന് അതിൻ്റെ സിൻടാക്സ് ഒരു ലിറ്റിൽ ബിറ്റ് ഡിഫറെൻ്റ് ആണ്. ഇതിന് മുന്നേറ്റ് ബാക്ക് സ്ലാഷും കൂടെ യൂസ് ചെയ്യാം. ഓക്കെ, ബാക്ക് സ്ലാഷും കൂടെ യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഈ സെയിം തന്നെ യൂസ് ചെയ്യാം. 25 5 എന്ത് വന്നു? സം ഇസ് 30, ഡിഫറൻസ് ഇസ് 20, പ്രോഡക്റ്റ് ഇസ് 125, ഡിവിഷൻ ഇസ് 5. അപ്പം ആ ഒരു പ്രോഡക്റ്റിൻ്റെ കേസിൽ ഒരു ലിറ്റിൽ ബിറ്റ് ഡിഫറെൻ്റ് ആണ്. അത് മാത്രം ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടിക്കാണും എന്താണ് ഒരു ഷെൽ പ്രോഗ്രാം. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ എക്കോ, റീഡ്, ഇതൊക്കെ എന്താണ്? ഓരോ കമാൻഡ്സ് ആണ്. ഈ കമാൻഡ്സ് എല്ലാം നമ്മൾ ഒരു ബാച്ചായിട്ട് ഈ ഒരു പറയുന്ന ബാഷ് ഫയലിൽ എന്താണ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ടു അവോയ്ഡ് റെപ്പറ്റേറ്റീവ് വർക്ക്, ഓരോന്ന് ചെയ്യാതെ ഞാൻ എന്ത് ചെയ്തു? ബാച്ച് ഷെല്ലിൻ്റെ അകത്ത് ഒരു ബാച്ചായിട്ട് മാറ്റി എക്സിക്യൂട്ട് ചെയ്യുന്നു ഷെല്ലിൻ്റെ അകത്ത്. സോ ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് എക്സ്പെരിമെൻറ്റിലെ ഫസ്റ്റ് സബ് പാർട്ട്, ദാറ്റ് ഈസ് ബേസിക് അരിത്മെറ്റിക് ഓപ്പറേഷൻ. നെക്സ്റ്റ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സും കൺട്രോൾ സ്ട്രക്ചേഴ്സും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.